ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞത് എൻ്റെ പുറകെ കിടക്കുന്ന ആളെ നോക്കി കണ്ട, എൻ്റെ കിടത്തോടെ നോക്കിയത് നേരെ ആ ബെഡിൽ കിടത്തിയ ആളാണ് ഇപ്പം അത് ചരിഞ്ഞ് തൂങ്ങി കിടക്കുന്നത്. അതാണ്, ഇങ്ങനെ കിടത്തിയ ആളല്ല. അപ്പം നമ്മളിന്ന് മഴയായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് ഓർത്തു. ഭയങ്കര, നമ്മൾ ഫുൾ ടൈം പുറത്താണ്. രാവിലെ ഇന്ന് പുറത്തോട്ട് പോകുന്നത് ഇതാണ്, മഴയായിട്ട് നേരെ പുറത്തോട്ട് പോകാൻ നിർത്തും. ഭയങ്കര ക്ലൈമറ്റ്, അടിപൊളി സെറ്റപ്പ്. നമ്മൾ എന്തൊക്കെയാണ് ഇനി പോകുമ്പോൾ കഴിക്കുന്നതെന്നും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും നമ്മൾ കാണിച്ചു തരാം അല്ലേ. ഇവിടെ ഒരാൾ രാവിലെ തന്നെ അത് റെഡിയായി മുഖത്ത് പുട്ടിയൊക്കെ ഇടുവാണ് ഗൈസ്. കണ്ട, മുഖത്ത് പുട്ടിയൊക്കെ ഇടുവാണ് ഗൈസ്. ഒരാളിവിടെ ഒന്നും അറിയാണ്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇന്നലെ രാത്രി ഇവിടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ വന്നോളൂ. അപ്പം നമ്മൾ രാവിലെ തന്നെ പോട്ടെ. വടക്കൻ ക്ലൈമറ്റ്, വാവ്, സൂപ്പർ. അകത്ത് തന്നെ നല്ല തണുപ്പ്. അപ്പോൾ പുറത്തെന്തായിരിക്കും, അകത്ത് എ സി ഇട്ടുകൊണ്ട് നല്ല തണുപ്പ്. പുറത്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊടിയും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം നാച്ചുറൽ തണുപ്പ്. മോഞ്ഞേ ബാ പോവാ. വയ്യാണ്ട് കിടന്നുറങ്ങുവാണ് ഗൈസ്. അപ്പം പുറത്തോട്ടിറങ്ങുമ്പോൾ വീഡിയോ എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. ഞാൻ കൊച്ചിനെ എണീപ്പിച്ചു. ഞാൻ ഉറക്കത്തിൽ നിന്ന് പാട്ടോടി എണീപ്പിച്ചത്. പുറത്തോട്ടിറങ്ങാൻ വേണ്ടി പോകുന്നു. ഭയങ്കര മഴ. മിൽക്ക് മേഡം ഇരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ മഴയത്ത് ഇറങ്ങിയിരിക്കുന്നു. സൺഡേ തന്നെ വേറെ മൂടാണ്. രാവിലെ നല്ല മഴക്കാറും നല്ല തണുപ്പ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ മഴ കൊള്ളാമെന്ന് പറഞ്ഞിറങ്ങി. ചായ കുടിക്കൊന്നുമില്ല, ചായയും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. നോക്കണം എന്തെങ്കിലും വകുപ്പുണ്ടോ. നമ്മൾ നേരെ സാലിക്കാൻ്റെ ഇടയിലോട്ട് വന്നിരിക്കും. ഇവിടെ നമുക്ക് നോക്കാം, കൊണ്ടുവരട്ടെ. നമുക്ക് ആള് വന്നിട്ടില്ല, ആള് വരുമ്പോൾ പറയാം. പൊറോട്ടയും ബീഫും കഴിക്കും. പൊറോട്ടയും ബീഫ് കഴിക്കാൻ പോവാണ് സാലിക്കാട് ചായക്കട. എല്ലാവർക്കും സുപരിചിതമാണെന്ന് കരുതുന്നു. സൈൻ ബോർഡ് ഉണ്ട്, സൂം ചെയ്ത് ചായ മാത്രമേ കിട്ടുള്ളൂ, പൊറോട്ട കിട്ടിയില്ല. പൊറോട്ടയാ? പൊറോട്ട തരാമെന്ന് പറഞ്ഞിരിക്കാം. മതി. സാലിക്കാൻ്റെ പൊറോട്ട. നമ്മൾ രാവിലെ തൊട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കറങ്ങിയത്. ലാസ്റ്റ് 2 ചായ പോലും കടയില്ല. പിന്നെ നമ്മളിവിടെ കയറി ചായയും കഴിക്കാന്ന് വിചാരിച്ച് എന്തായാലും ഇപ്പൊ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പൊറോട്ട ഒന്നുമില്ല. എന്നാലും പൊറോട്ട കഴിച്ചില്ല. അല്ല അവന്മാരെ, അയ്യോ എന്റെ ഫോൺ. പിന്നെ അതിട്ടിട്ടില്ലേ 1.25 ലക്ഷം രൂപ പോകണം. അപ്പോൾ കഴിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും. ഇഡ്ഡലിയും സാമ്പാറും കൊച്ചു പൈനാപ്പിൾ കഴിക്കും. കൊച്ചു ഇവിടെ ഇരിപ്പുണ്ട് നമ്മളവിടെ കഴിക്കാനായിട്ട്. പൈനാപ്പിൾ വേണ്ട. അപ്പം നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ളൊരു സെറ്റപ്പ് നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. അപ്പം നമ്മളോർത്ത് വീട്ടിൽ വന്ന് ഇഡ്ഡലിയൊക്കെ കഴിക്കാമെന്ന്. ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സെറ്റായില്ല. നമ്മൾ കഴിക്കാനുള്ള പ്ലാനാണ് ഇഡ്ഡലിയും സാമ്പാർ. ഇവാനും നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. ഇവാൻ എംറൈക്ക് നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. നമ്മളെ കൊച്ചു ഇഡ്ഡലിയൊക്കെ കഴിക്കാനായി കേട്ടോ. ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടുണ്ട്. കഴിക്കാൻ പറ്റത്തില്ല, ഇഡ്ഡലി കഴിക്കാൻ പറ്റത്തില്ല, ഇപ്പം കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പം
അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എങ്ങനെയുണ്ട് ചെറുപ്പം ഇതില്ല കേട്ടോ. അപ്പോൾ ഇഡ്ഡലി കഴിക്കുകയാണ് നമ്മൾ. ഇഡ്ഡലി കഴിച്ചു ഇഡ്ഡലി കഴിച്ചാണ്. അതേ നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. ഇഡ്ഡലി കഴിച്ചുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇഡ്ഡലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി നമ്മൾ ചായ കുടിച്ചാണ്. അപ്പോൾ ഇഡ്ഡലി കഴിക്കുകയാണ്. ഇനി വേറെന്താ പരിപാടി എന്നുള്ളത് കാണിച്ചതാണ്. അപ്പോൾ ഗൈസ് ദേ നമ്മൾ ജഹാസിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ജഹാസിൽ നിന്ന് ബിരിയാണി വെച്ചിട്ടുണ്ട്. ഞാൻ ഓട്ടത്തിലായിരുന്നു, അപ്പോൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ജഹാസിൽ ബിരിയാണിയൊക്കെ വെച്ച് ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഇതോടെ ബീഫ് ബിരിയാണി കണ്ട, ജഹാസിൻ്റെ ബീഫ് ബിരിയാണി. നീ വീഡിയോ എടുക്കാൻ വയ്യായിരുന്നു, ഞാൻ പോയപ്പോൾ നീ ഇത് ജഹാസ് ബിരിയാണി വെച്ച് എടുക്കാൻ വയ്യായിരുന്നു. ഞാൻ ഓട്ടത്തിലായി പോയി, അതാണ് ഞാനിപ്പോൾ ഓട്ടം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നുള്ള തട്ടിക്കൂട്ടലായിരുന്നു. ബിരിയാണി ഉണ്ടോ? നല്ല സൂപ്പർ ബിരിയാണി, അടിപൊളി. ബീഫൊക്കെ നല്ല അടിപൊളി, നല്ല സൂപ്പർ വെന്തിട്ടുണ്ട്. ലിവറും ഉണ്ട് കേട്ടോ, ലിവറും ബീഫും നല്ല പാവയ്ക്ക് അയച്ചാണ്. ഇങ്ങനെയുണ്ട് കഴിച്ചിട്ട് ആളിന്റെ ബിരിയാണിയുടെ അഭിപ്രായം പറയും. സൂപ്പർ ബിരിയാണി അല്ലോ. പിന്നെ നമ്മളൊക്കെ ഫുഡിന്റെ ആൾക്കാരായതുകൊണ്ട് ഇതിനോടൊക്കെ പണ്ടാരിയായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് കല്യാണ വീട്ടിലെ ബിരിയാണി പാവയ്ക്ക് അച്ചാറും കല്യാണ വീട്ടിലെ ബിരിയാണി. നമ്മുടെ ഫുൾ വീഡിയോ പ്ലാനിങ് ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് എനിക്കൊരു ഓട്ടം വന്നപ്പോൾ ഞാൻ പോയി. അതാണ് പണിയുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ബീഫിന്റെ ഒക്കെ കിടപ്പുണ്ടോ? നല്ല അടിപൊളി സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല പോത്ത് ബിരിയാണി. ഞാൻ വന്നപ്പോൾ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്നെ കുറെ പറഞ്ഞു വീഡിയോ എടുക്കാത്തായിരുന്നു. ഇവളെ അവിടെ റിയാക്ഷൻ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. ഞാനാണെങ്കിൽ ഫോണായിട്ട് പോവുകയും ചെയ്യും. എല്ലാത്തിനും കൂടെ സമയമില്ല. നമുക്ക് ഇന്ന് വൈകിട്ട് ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും കഴിക്കട്ടെ. അപ്പൊ അതേ ബീഫ് ബിരിയാണി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? നമ്മളൊരു വലിയ പണ്ടാരി. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ബിരിയാണി കുടുംബമാണ്, ബിരിയാണിക്കൽ ഫാമിലി. അപ്പൊ ഇച്ചിരി കാര്യത്തിൽ വരുന്നുണ്ട്. അവന്റെ കൂട്ടുകാരന്മാരൊക്കെ വൈകിട്ട് വരും, അവർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഇച്ചിരി കാര്യമായിട്ട് വെച്ചിട്ടുണ്ട്. ബിരിയാണി നല്ല ലെവല് ബിരിയാണി വേണ്ട. ബീഫൊക്കെ നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ബീഫൊക്കെ വളഞ്ഞ വഴി പോയി മേടിച്ചു. എവിടെ പോയി വളഞ്ഞ വഴി പോയി മേടിക്കാം രാവിലെ ബീഫ്. അതാണ് നല്ല ബീഫ്. ഇതുണ്ടോ നല്ല സൂപ്പർ നേരത്തെ പറഞ്ഞ് സെറ്റാക്കി വെച്ചത്. നല്ല കിടപ്പ് ബീഫും നല്ല ലിവറും ബിരിയാണിയൊക്കെ കറക്റ്റ് പടക്കം വേവാടാ. അടിപൊളി ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ച് ഫുഡിങ് എല്ലാം അടിപൊളി. ഞാൻ ഇല്ലാണ്ടായിപ്പോ, ഞാൻ ചെറിയൊരു ഓട്ടത്തിൽ പറ്റി. ഇത് ബിരിയാണി തുടക്കം തൊട്ട് എടുത്തന്നെ. ഒരു ദിവസം ജഹാസ് ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ വീഡിയോ ഫുൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഇത് കഴിക്കില്ല. അത് തന്നെ നമുക്കൊരു ഒട്ടകത്തിന്റെ ബിരിയാണി ഉണ്ട്. വീഡിയോ എടുത്തോണ്ടിരുന്ന ശരിയാതില്ല, ഒരു പിടി പിടിക്കണം. കഴിക്കട്ടെ. അപ്പൊ ഗൈസ് ദേ നമ്മൾ ഉറക്കമൊക്കെ എണീറ്റ് ഒരു കൂട്ടാൻ്റെ കല്യാണം ഉണ്ട്, അതിന്റെ റിസപ്ഷന് പോകുകയാണ്. അപ്പം നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരുങ്ങി റെഡിയായിട്ട് പോവുകയാണ്. താമസിച്ചു കിടന്നുറങ്ങി സത്യം. നല്ല മഴയൊക്കെ ഇല്ല, സമയം ഒട്ടുമില്ല. നേരെ അവിടെ പോയിട്ട് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പം ഇനി പോകുന്ന വഴിക്കും അവിടെ എത്തിയിട്ടൊക്കെ കാണിച്ചില്ല. സമയമില്ല, ഒട്ടും സമയമില്ല. അതുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോയിലാണ് പോകുന്ന കാര്യം. ഇവിടെയാണ് പരിപാടി, മേലിലാണല്ലേ ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകുക. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ എടുക്കാൻ പോകും. അപ്പോൾ ഇന്നല്ലേ പരിപാടി. ഗൈസ് നമ്മൾ മൂഞ്ചിയിരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരുങ്ങി പിടിച്ച് സെറ്റായിട്ട് ഇവിടെ വന്നപ്പം കല്യാണം ഓഡിറ്റോറിയത്തിൽ ആരെയും കാണുന്നില്ല. അങ്ങനെ ഞാൻ നമ്മളൊരു കൂട്ടുകാരനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറയും ഇന്നല്ല റിസപ്ഷൻ നാളെ ആയിരുന്നു, വീട്ടിലാണെങ്കിൽ ഒന്നും കഴിക്കാൻ വെക്കണ്ടെന്ന് പറഞ്ഞ്.
അപ്പോൾ ഗൈസ് നമ്മൾ കല്യാണ വീട്ടിൽ പോയിട്ട് പണിയെടുക്കാണ്ട് നേരെ പുത്തൻകട്ടലിന് വന്നിട്ട് പഴംപൊരിയും ചായയും കഴിക്കുകയാണ്. ഇനി ഇന്നലെ സാധനം കൊണ്ട് വെച്ച ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് സാധനം എടുക്കാണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി സാധനം എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. എന്നാലും കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. നാളെ ഇതേ ഡ്രസ്സിൽ തന്നെ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. പോട്ടെ, അവിടെ നിന്ന് വിളി വന്നു പോവുക. അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെ കൊണ്ട് സാധനം വെച്ച സ്ഥലത്ത് സാധനം എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ പരിപാടി കുറച്ചും കൂടെ അവിടെ കഴിയാനുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടും കൂടെ ഐസ്ക്രീം കഴിക്കുകയാണ് ഇവിടെ ഇരുന്നുണ്ട്. ഐസ്ക്രീം വിത്ത് ജിലേബി. ഇവിടെ വണ്ടിയിൽ തന്നെ ഇരിക്കുക. നമ്മൾ ബെൻസ് ഓൺ ആക്കിയിട്ടിരിക്കുക, AC ക്കകത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളിത് കഴിക്കട്ടെ. അപ്പൊ നമ്മള് പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിള്ളേരെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോവാ. ബേബിക്ക് പുറത്തേക്ക് പോകണമെന്ന്. അങ്ങനെ ബേബി ദുബായും ഞാനും ഷിയായും കൂടെ വെള്ളം എടുക്കണം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ചുമ്മാ വെറുതെ ഇവരെ ഒന്ന് കൊണ്ട് കറക്കാന്ന് വിചാരിച്ചു. പുട്ടൂല് പോണെയാണ് നമ്മള്. പുട്ടൂല് നമ്മള് വെള്ളം നടക്കുകയാണ്. നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കൊച്ചാണ്ടി നമ്മളെ ബെൻസിനകത്ത് നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ നമ്മൾ ഓട്ടോക്കകത്ത് ചെയ്തിരിക്കുന്നത് ഈറ്റ് സ്ലീപ്പ് ഡ്രൈവ് മതി. അപ്പോൾ വെള്ളം എടുത്തിട്ട് നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യും. ഹായ് എവിടെയാണ്. അപ്പോൾ നമ്മളിത് ഇന്നലെ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുവാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് പോകാൻ പറ്റില്ല. ഇന്നലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ കല്യാണം ഇതേപോലെ പിന്നെ ഇന്ന് ഇരുന്ന പരിപാടി. അപ്പം നമ്മൾ ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയി. അപ്പോൾ പിന്നെ ഇന്നലത്തെ ബാക്കി ഇന്ന് കണ്ടിന്യൂ ചെയ്യാന്ന് ഓർത്ത്. അപ്പോൾ നമ്മളിത് ആടിച്ചോടിച്ചിട്ട് ഇന്നലെ വന്ന ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ നമ്മൾ ഇന്നലെ ഇട്ടത് കൊണ്ട് നമുക്കൊരു മടുപ്പ്. ഇന്നലെ ജച്ചായും ഒരു പിങ്ക് കളർ സെറ്റപ്പ് മജന്ത കളറായിരുന്നു. ഞാനും അതേ കണക്കത്ത് തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് മാറ്റി. ഇന്നത് ഫുൾ വൈറ്റ് ആക്കി. ഫുൾ വൈറ്റ് ആക്കി. അപ്പം നേരെ കല്യാണ ഓഡിറ്റോറിയത്തിലോട്ടോ. ഇന്നലെ കയറിയ ഓഡിറ്റോറിയം തന്നെയാണ്, മാറിയിട്ടൊന്നുമില്ല. നമ്മളെ ഡ്രസ് കോഡ് കാണുന്നുണ്ട് വൈറ്റ്. ഞാനും വൈറ്റ് പാൻറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷർട്ടേ മാത്രമേ മാറിയിട്ടുള്ളൂ. ജച്ചാ ഫുള്ള് മാറിയിട്ടുണ്ട്. അപ്പം നേരെ ഓഡിറ്റോറിയത്തിലോട്ട് കയറട്ടെ. നമ്മൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ ഓഡിറ്റോറിയം നമ്മൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 3-ാം നില തന്നെയാണ് പരിപാടി. ഇങ്ങനെ ചെയ്തിട്ടല്ല കേട്ടോ. നീ അവിടെ നീക്കാൻ എന്റെ കൈക്ക് നീളുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ ബിരിയാണി എടുത്തിട്ടുണ്ട്. ബീഫ് കുറുമ, പപ്പടം. നാണോ കിടല സാധനം. എനിക്ക് ഐസ്ക്രീം തന്നെ. അപ്പോൾ ഐസ്ക്രീമും
അപ്പോൾ കഴിച്ച് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. ഈ വർഷം ലിഫ്റ്റിൽ പോയില്ല, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ദഹിക്കാൻ വേണ്ടി നടന്നു പോവുകയാണ്. 3-ാം നിലയിൽ നിന്ന് നമ്മൾ സ്റ്റെയർ വഴി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, അടിപൊളി പരിപാടിയായിരുന്നല്ലേ, ഗ്രാൻഡ് പരിപാടിയായിരുന്നു. നമ്മൾ പോട്ടെ, ബാക്കി വിശേഷം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. വേറെ വിശേഷം വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. നടക്കാൻ നോക്കാം, നമുക്ക് ആദ്യം റോഡ് എത്തട്ടെ. കല്യാണ വീട്ടിൽ നിന്ന് ഫുഡ് അടിച്ചിട്ടുണ്ട്, ക്രീം ബണ്ണ് വന്നിരുന്നു കഴിക്കുന്നു. ഞാനൊരു ഫ്രൈറ്റ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ചക്ക് തികഞ്ഞില്ല. അരിപ്പത്തിരി, അതേപോലെ പൊറോട്ട, ഇടിയപ്പം എല്ലാം കഴിച്ചിട്ട് സെറ്റായിട്ടില്ല. നമ്മളിപ്പോൾ ഉൾക്കാൻ്റെ അവിടെ വന്നിരിക്കുക. ഇതെങ്ങോട്ട് പോണി നിൽക്കും? വികാരമാണ് ക്രീം ബണ്ണ്. അവിടെ കട്ടൻ ചായ എടുക്കുന്നുണ്ട്, ഞാൻ സ്പ്രൈറ്റ് വന്നിട്ടുണ്ട്, എന്നാലും കഴിക്കട്ടെ. ആ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ വൈൻഡപ്പ് ചെയ്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫിനിഷ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്ടിരുന്നതിൻ്റെ കാര്യം ഇന്ന് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ വേറൊരു കാര്യം എടുത്തു പറയാനുള്ള നമ്മൾ മാത്രമല്ല ഇന്നെല്ലാം 3G ആയത്. ഇന്നലെ മൂഞ്ചിയ കുറേ പേരുണ്ട് അവിടെ കല്യാണത്തിന്. ഇന്നലെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, ഇന്നാണ് നമ്മളത് അറിഞ്ഞത്. അതെ, ഒരുപാട് പേര് വന്നിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് തിരിച്ചു പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, വലിച്ചു നീട്ടുന്നില്ല. ഇതും കൂടെ കിട്ടിയിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്നും പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്നലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയായിരുന്നു ഇന്നലെ. അപ്പോൾ പിന്നെ വേറെ കുറേ തിരക്കുകളുടെ ഇടയിലൊക്കെ പെട്ട് ഇന്നത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്യും. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് വെയിറ്റിംഗ് ആണെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ചോദിക്കുന്നുണ്ട് നിങ്ങളന്ന് വീഡിയോ ഇടാത്തത്. നമ്മൾ പറയുന്നത് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളെ റിയാക്ഷൻ വീഡിയോ അല്ല, ഞങ്ങൾ നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിന് വെയിറ്റ് ചെയ്യുന്ന കുറേ പേര്. ഫാമിലി വ്ലോഗാണ് നോക്കുന്നത് പറഞ്ഞു. കൊച്ചിനെയൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കല്യാണ വീട്ടിൽ തന്നെ പോയപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു കൊച്ചെവിടെ, കൊച്ചിൻ്റെ വീഡിയോ എന്താ ഇപ്പോൾ ഇടാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ മാക്സിമം ഡേ ഇൻ മൈ ലൈഫും കൂടെ സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ചാനലൊന്ന് ഫോളോ ചെയ്ത് ഇട്ടേക്കുക, മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്തേക്കുക അല്ലേ. അപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ട് ഷിയാക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ